1975 ഇന്ത്യൻ എക്സ്പ്രസിൽ 4 കോളത്തിൽ വന്ന കാർട്ടൂണാണിത്. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ബാത്ടബിലിരുന്ന് ഓർഡിനൻസുകൾ ഒപ്പിട്ടുകൊടുക്കുന്നു. രാജ്യത്ത് ഭരണഘടനയും ജനാധിപത്യവും സഹനത്തിന്റെ നെല്ലിപ്പടി കണ്ട അടിയന്തരാവസ്ഥ കാലത്തിന്റെ നേർചിത്രം. ഒന്ന് മാറ്റിവരച്ചാൽ ഏത് ഏകാധിപത്യ കാലത്തിനും ചേരുന്ന രാഷ്ട്രീയ കാർട്ടൂണുകളുടെ 6 പതിറ്റാണ്ടിന്റെ പേരാണ് അബു എബ്രഹാം. മാവേലിക്കരക്കാരനായ ആറ്റുപുറത്ത് മാത്യു എബ്രഹാം എന്ന അബു എബ്രഹാം ബോംബെ ക്രോണിക്കിളിലൂടെ കരഞ്ജയിയുടെ ബ്ലിറ്റ്സും ശങ്കേഴ്സ് വീക്കിലിയും കടന്നാണ് ലണ്ടനിലെത്തിയത്. പഞ്ച്, ഡെയിലി സ്കെച്ച്, ദ ട്രിബ്യൂൺ, ഗാർഡിയൻ തുടങ്ങിയ വിദേശ പ്രസിദ്ധീകരണങ്ങളിൽ നിറഞ്ഞുനിന്ന അബുവിനെ 1956 ഡേവിഡ് ആസ്റ്റർ വിളിച്ച് ദ ഒബ്സർവറിന്റെ ആദ്യത്തെ പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റായി നിയമിച്ചത്. 60കളുടെ ഒടുവിൽ അബു ലണ്ടനിൽ നിന്ന് വന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ ചേർന്നതോടെ ഇന്ത്യയിലെ എഡിറ്റോറിയൽ കാർട്ടൂണുകൾ പുനർനിർവചിക്കപ്പെട്ടു. രജീന്ദ്രപുരി, ഒ വി വിജയൻ, ആർ കെ ലക്ഷ്മൺ, കുട്ടി, പിന്നെ അബു എബ്രഹാം. അടിയന്തരാവസ്ഥയായാലും വിയറ്റ്നാം യുദ്ധമായാലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയായാലും മനുഷ്യരാശിയെ ബാധിക്കുന്ന സകല വിഷയങ്ങളെയും വരച്ച വരയിൽ നിർത്തിയ കാർട്ടൂണുകളുടെ ഒരു മഹാകാലമായിരുന്നു അത്, അല്ലെങ്കിൽ മഹാപ്രതിഭകളുടെ കാലം. എന്നാൽ ശങ്കറിനെയോ ആർ കെ ലക്ഷ്മണിനെയോ പോലെ തീഷ്ണമായിരുന്നില്ല, ലളിതമായിരുന്നു അബുവിന്റെ വരകൾ. എന്നിട്ടും അടിയന്തരാവസ്ഥ കാലത്ത് അബു സെൻസറിങ്ങിന് വിധേയനായി. നർമ്മത്തിന്റെ മേമ്പൊടിയും കൂർത്ത വിമർശനവും ഉള്ളടങ്ങിയ ആ വരകൾ ഏറെക്കാലം ഇന്ത്യയിലെ രാഷ്ട്രീയ ആക്ഷേപഹാസ്യത്തിന് വേറൊരാകൃതി തന്നെ നൽകി. ചെറിയ വരകളിൽ ഒളിപ്പിച്ച വലിയ സത്യങ്ങളായി ആ വരകൾ ഇന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.